മണിയാണ്. പോയി നോക്ക് എന്റെ വീഡിയോ. മരണത്തെ പ്രണയിച്ചവള് ഷാബിർക്ക വാ മരിക്കാം. അടി വാങ്ങുന്ന കേട്ടുക്ക. ഈ പേര് മാറ്റിക്കോ. ഷബീർക്ക വാങ്ങിക്കാം. ഒരെണ്ണം കണ്ടു, അതാണ്. ഞാൻ ഒരെണ്ണം കണ്ടു, അതാണോ അറിയില്ല. അതല്ല, 3 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ 3 വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൂന്ന് വെറൈറ്റിയാണ്. 3 ടൈപ്പാണ്. ഒരു ബന്ധമില്ലാത്ത വീഡിയോസ് ആണ്. പലരും എന്നെ പരിഹരിച്ച്, പലരും എന്നെ വഴിതടഞ്ഞു, അതുമായി കൂട്ടക്കൂടിയവരും എന്നെ കൈയൊഴിച്ചു. മരണത്തെ പ്രണയിച്ചോളെ, നീ എന്നെ മരിക്കാൻ കൊണ്ടുപിടിച്ചോണ്ട് പോയി. ആ പേര് നീ മാറ്റില്ല. എനിക്ക് 4 സബ് വേണം. 4 സബ് മരണത്തെ വേണ്ട, പ്രണയിച്ചവനെ 3 സബ് മതി. ഒരെണ്ണം കൂടെ കൊടു. ഒരെണ്ണം കൂടെ മരണത്തെ പ്രണയിച്ചവൻ 96 ആയടാ. എന്ത് അപ്പൊ നീ കൊടുത്തില്ലേടാ അപ്പൊ ഫിജു? ഏതാ ഞാൻ കൊടുക്കണമെങ്കിൽ ഞാൻ ഇറങ്ങണം. താഴോട്ട് ഇറങ്ങിയെങ്കിലേ എനിക്ക് കൊടുക്കാനൊക്കത്തുള്ളൂ. ഓ അങ്ങനെ. കാരണം എന്റെ ഈ ഫോണിനകത്ത് 2 കിടക്കുന്നത്. അത് അതായത് നീ ഇതിന്റെ നേരത്തെ ഉൾപ്പെടെ. കൊടുത്തു എന്ന് പറയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചെടുത്ത്. അല്ല, നേരത്തെ ഞാൻ കൊടുത്തത് സ്പാമായി പോയെന്ന് അവള് പറഞ്ഞെന്ന്. അത് കിട്ടിയില്ല. ഞാനും നോക്കിയായിരുന്നു. അപ്പൊ കല്ലൂസിന് അത് കിട്ടിയില്ലെന്നാ പറഞ്ഞത്. അപ്പൊ കല്ലൂസിന് ഞാൻ തിരിച്ചു കൊടുക്കണം. അത് ഇനി അൺസപ്പ് ആക്കിയിട്ട് വേണം മരണത്തെ അത് പ്രണയിച്ചവൾ തിരിച്ചു പേര് ചെയ്യണം. മാറ്റൂല. മരണത്തെ പ്രണയിച്ചവള് പേര് മാറ്റുമോ ഇല്ലയോ? നോ? അത് മാറ്റത്തില്ല. ആ പേരിന്റെ ഗും അതിനകത്തായിരിക്കും. അതുകൊണ്ട് മാറ്റത്തില്ല. എന്റെ ഗുമ്മിൽ അല്ലേ? ആ പേരിന്റെ ഗുമ്മ്. മരണത്തെ ഒരു പ്രണയിച്ചവൻ. ഗുമ്മില്ല. അതിന് പറ്റിയ ഒരു പിക്ക്, ഒരു ശവപ്പെട്ടിയുടെ ഫോട്ടോയും കൂടെ ഇടണം. അല്ലെങ്കിൽ ഒരു ശവം കിടക്കുന്ന ഫോട്ടോ ഇടണം. എന്നാ മരണത്തെ പ്രണയിച്ചെന്നുള്ള പടത്തിന്റെ ഗുമ്മായി. കണ്ടില്ലേ നമ്മുടെ ലൈവിലെ ചായക്കാരി? അതങ്ങ് പ്രശസ്തിയായി പോയി. കണ്ടു ബോധിച്ചു ശിവോ കലക്കി തിമിർത്ത്. കണ്ട? എന്നിട്ടാ പറയുന്നത് കൊള്ളത്തില്ലെന്ന്. ഇവിടെ ഒരാള് പറയുവാണ് അത് കൊള്ളത്തില്ല, അത് കളയാൻ പോവാണ്, അത് ഭയങ്കര ബോറാണെന്ന്. അത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ബോറായിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, ബോറില്ല. എനിക്ക് നിസ്സാരം, ഞാൻ സൗണ്ട് കേൾക്കാതെ തന്നെ നോക്കിയിട്ട് എനിക്കതൊരു ഇതായിട്ടാ തോന്നുന്നത്. നല്ല രസമുണ്ട്. ഒന്നാ സിനിമയുടെ ആക്ടിങ് അത് വെച്ചിട്ട് ഇതും ആരായിട്ട് കണ്ടോ. 2 ദിവസം കഴിയുമ്പോ അത് ക്ലിക്കാന്ന് നോക്കണം. നല്ല ലെവലിൽ അങ്ങ് റീച്ച് ആവുന്നത്. ഇതൊക്കെ അല്ലേ സൂപ്പർ. അതേന്നെ, നല്ലതും ചെത്തില്ല അറിയാൻ പറ്റിയ. ഞാൻ അല്ലട്ടോണ്ട് പറഞ്ഞത് കളയണ്ടെന്ന്. കളയണ്ട കേട്ടാ. എന്റെ സെമിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആർക്ക്? എന്റെ വൈഫിന് ഇഷ്ടപ്പെട്ടില്ല. അത് ചേച്ചിക്കുട്ടിക്ക് അറിയാത്തോണ്ടാ. ചേച്ചിക്കുട്ടി എനിക്കൊന്ന് ആ ഒരു ഇതിലോട്ട് ചേച്ചിക്കുട്ടി നോക്കാഞ്ഞിട്ടാ. ചേച്ചിക്കുട്ടിക്ക് അത് ഒന്നുകൂടെ പിന്നെ മനസ്സിലാക്കിയുള്ളത്. ഷാനു നോക്കിയിട്ടുണ്ടോ? ഷാനൂസ് എന്ന് പോയി നോക്കിയിട്ടുണ്ടോ വീഡിയോ കൊള്ളാമോന്ന്? സിനിമയിൽ ലാലേട്ടൻ കാണിക്കുന്ന സീനൊന്നും നോക്കിയേ. അത് കാണുമ്പോ നമ്മൾ ചിരിക്കും. കാരണം അതൊരു നടനാണ്. ആ നടൻ എന്ത് ഇത് കാണിച്ചാലും നമുക്കതൊരു കോമഡി ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ മറ്റുള്ളവർ കാണിക്കുമ്പോൾ നമുക്ക് ചിലപ്പോ അങ്ങനെ തോന്നത്തില്ല. ലാലേട്ടൻ അതേപോലെ ക്ലിക്കാകും. കണ്ടോ? മരണത്തെ പ്രണയിച്ച ഒരു സബ് തരണേ. മരണത്തെ പ്രണയിച്ചാളെ ഒരു സബ് കല്ലൂസിന് കൊടുത്തേ. നമ്മുടെ കല്ലൂസിന് ഒരു കൂട്ട് കൊടുത്തേ. ആരെങ്കിലും ഉണ്ടെങ്കിൽ നസൂസ് നമ്മുടെ കല്ലൂസിന് കൂട്ടാണായിരുന്നോ? ഇല്ലെങ്കിൽ ഒന്ന് കൂട്ടാക്കേണേ. നസുകുട്ടി, നസൂസ് പിന്നെ വേറെ ആരാ ഉള്ളത്? എല്ലാരും പോയോ അങ്ങ്? നാസു അത് കിച്ചു ആണ്. അവന് ഫാൻസ് കൂടാൻ വേണ്ടിയാണ് അവൻ ഫാൻ കാണിച്ചു തരുന്നത്. കിച്ചുന്റെ ബുദ്ധി വിമാനം തന്നെ. ഏത് മരണത്തെ പ്രണയിച്ചവനാ? എന്നാ ഞാനിപ്പോ ആരായി? കാരണം ഈ ഒറ്റ ഫോൺ വെച്ചോണ്ട് അങ്ങനെ എനിക്ക് ലൈവിനകത്തോടെ കേറാൻ പറ്റുമോ വേറൊരു ഐഡിക്കകത്ത്?